കടമായോ സാരല്ല, ഇസ്സത്ത് പോയോ സാരല്ല. നാണം കെടുത്തിയവരുടെ മുന്നിൽ ഇസ്സത്തോടെ ജീവിച്ച് കാട്ടാനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് ജീവൻ തന്നത്. ആ ജീവനൊടുക്കാ വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക. നമ്മൾ സ്വന്തമായിട്ട് ജീവനൊടുക്കാ അല്ലാഹു സമ്മതിച്ചിട്ടില്ല, റബ്ബിന് സമ്മതമല്ല. ജീവനൊടുക്കിയവർ ഖബറിലെത്തിയാൽ ധാരാളം ശിക്ഷകളാണ്. അവരെ നാളെ ചുട്ടുപൊള്ളുന്ന നരകത്തിൽ അവരെ കൊണ്ട് അതുപോലെ അവരെ ശിക്ഷിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ കൃത്യമായി നിസ്കാരം കൊണ്ട് നടക്കുക. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. രണ്ടാമത്തെ കടമ്പ ഏതാണെന്നറിയോ? നരകത്തിലെ രണ്ടാമത്തെ വാതിൽ. ആ വാതിലെടുത്ത് നമ്മൾ രക്ഷപ്പെടണോ? ഫയുഹാസബൂന അലൽ അമാന. അമാനത്ത് അത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെടുകയാണ്. അമാനത്ത് അതൊരു വാക്കാണെങ്കിലും ശരി, ഒരു പണമാണെങ്കിലും ശരി, എല്ലാം അമാനത്തിൽ മഹാന്മാര് വിശദീകരിക്കുന്നു. അമാനത്ത് ഏതൊക്കെയാ? അമാനത്തുൽ ഖാലിഖി വ അമാനത്തുൽ ഖൽഖ്. അല്ലാഹുവിനോടുള്ള അമാനത്തുകൾ അത് മഹാന്മാരെണ്ണുകയാണ്. നോമ്പ് അമാനത്താണ്. അത് കൃത്യമായി വീട്ടണം. നോമ്പില് നമ്മൾ നോമ്പ് കള്ളന്മാരാവരുത് അല്ലേ? ഒരുത്തൻ പറഞ്ഞു, ഉസ്താദെ നോമ്പ് ഇന്ന് ഭയങ്കര ക്ഷീണം, ഇന്നലെ അത്ര ക്ഷീണം ഉണ്ടായിട്ടില്ല. പിന്നെ വേറെ എന്തല്ലോ പറഞ്ഞു. ബാലക്കാരോട് കേട്ടോക്കുമ്പോ അയാൾ നോമ്പേ നോക്കലില്ല. അവർക്ക് ഇന്നലെ ക്ഷീണമില്ല, ഇന്നും ഇല്ല. അപ്പൊ പറയുമ്പോ ചിലപ്പോ ഇടക്കിടക്ക് ക്ഷീണം ഉണ്ടെന്നില്ലെങ്കിൽ ആൾക്കാരിരിക്കുന്നു നോമ്പ് നോക്കുന്ന ആള്. അങ്ങനെയാവരുത്. നോമ്പ് അത് കാണുന്ന റബ്ബുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. നോമ്പ് കള്ളന്മാർ നമ്മളായി പോകരുത് അല്ലെ? ഓരോരുത്തന്നെ ഔലിന്റെ അടുത്ത് വീട് കവുന്നതിന് പിന്നെ നോക്കുന്നു CC ഉണ്ടാന്ന് അല്ലെ? വീട് കവുന്നതിന്റെ ഒക്കെ കുറച്ച് കുളുക്ക പോയെന്തായി അതിന്റെ ഒരു ചെറിയ സമാധാനം അല്ലെ? വായി മുക്കളിക്കുമ്പോ അങ്ങനെ കുറെ മുക്കളിച്ചിട്ട് ഓരോരുത്തർ തുപ്പ് തന്നെ കാണുന്നില്ല. CC ക്യാമറ ഉണ്ടെങ്കിൽ CC ക്യാമറന്റെ അത്രയും പഠിച്ചവനെ പേടിയില്ലാത്ത കാലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. നമ്മൾ എന്ത് വേണം? നോമ്പ് കള്ളന്മാരാവരുത്. സ്ത്രീകളുടെ ഇടയിലൊക്കെ ഒരു വിഷയമുണ്ട് അല്ലെ? പിന്നെ മുത്ത് കൊടുത്തങ്ങ മതിന്ന് പെണ്ണുങ്ങ. ആരോ വയലിൽ പറഞ്ഞു കേട്ടി നോമ്പ് കാണില്ലാതെ മുന്നോട്ടൊക്കെ പോയാ മുത്തും കൊടുക്കണം, നോമ്പും നോക്കണം. ഉമ്മമാരെ, ഒരു മുത്ത് കൊണ്ടും നമ്മുടെ നോമ്പ് തീരാൻ പോകുന്നില്ല. ചെറിയ കാരണം പറഞ്ഞ് അരി കൊടുത്തിട്ട് തീർക്കാന്നുള്ള ആ രൂപത്തിലാകരുത്. അമാനത്താണ്. അല്ലാഹുവിന് വേണ്ടി നമ്മൾ നോമ്പ് എടുക്കണം, നിസ്കാരം നിർവഹിക്കണം, കുളി വൃത്തിയാക്കണം. കുളി ശരിയാകാത്ത രൂപത്തിൽ ജനാബത്ത് കുളിക്കുമ്പോ, ഹൈദ് കുളിക്കുമ്പോ, നിഫാസ് കുളിക്കുമ്പോ, ചില നാട്ടിലെല്ലാം കേരളത്തിൽ ഇപ്പൊ അങ്ങനെയുണ്ട്. 90 കിടന്നിട്ട് മറ്റേ കുളിച്ചിട്ട് എണിക്കുന്നല്ല പെറ്റിട്ട് എണിക്കുന്ന 60, 90 ആഘോഷം. നമ്മളെ നാട്ടിലെല്ലാം ഉണ്ട്. ചുറ്റുപാടത്തില് 40 ആഘോഷം. നിങ്ങൾ വേണ്ടപ്പോ ചെയ്തോ. നിങ്ങൾക്ക് കുളിക്കേണ്ട സമയത്ത് കുളിച്ചിട്ടുള്ള നിസ്കാരങ്ങൾ വൃത്തിയാക്കാതെ പോയാൽ, അത് തീർക്കാതെ പോയാ റബ്ബിന്റെ അമാനത്തിൽ നിങ്ങൾ പാകപ്പിഴവുകൾ വരുത്തിയവരാണ്. പിന്നെയോ ഉളൂയിലുള്ള അമാനത്ത് കൃത്യമായി ഉളൂ കൊടുക്കുക അല്ലെ? ചില നാട്ടിലുണ്ട് ഔലിന്റെ അടുത്ത് വിഷയം പറഞ്ഞോണ്ട് ഒളു കൊടുക്കുന്ന പോലും എന്നിന്റെ ആയനെ അറിയാല. ഒളു കൊടുക്കുമ്പോ പഞ്ചാധികയാക്കിയ സംസാരിച്ച നിസ്കാരത്തിന്റെ ഇഖ്ലാസ് കുറയുന്നാണ്. ഒളു കൃത്യമാക്കിയ ഓന്റെ നിസ്കാരത്തിൽ ആവേശം ഉണ്ടാകും അല്ലെ? അർജന്റ് ജുമാക്ക് വന്നിട്ട് പോയ ബാല്യക്കാരോട് കിട്ടിയാന്ന് കേട്ടപ്പോ പറഞ്ഞു കിട്ടി. അപ്പൊ നിങ്ങൾ ഒലോട്ടിനങ്ങ് ഞങ്ങൾക്ക് ജുമ കിട്ടല്ല, ഒളു കൊടുക്കാത്തതിനോട് കിട്ടിയെന്ന്. അർജന്റ് പാഞ്ഞോണ്ട് വന്നിട്ട് വേഗം കൈ കെട്ടിയതുകൊണ്ട് ജുമ കിട്ടി. ഒലോത്തിന് ജുമ ഇല്ല. അങ്ങനത്തെ അല്ല, ജുമാന്റെ കാലമാണ്, അങ്ങനത്തെ നിസ്കാരമാണ്. അവരിത് കൃത്യമായി ഒലോടുക്കുമ്പോ ജാഗ്രത പുലർത്തുക. വെള്ളം അനാവശ്യം ചെലവഴിക്കാതിരിക്കുക. കൃത്യമായി തേച്ച് കഴുകുക. ചിലത്തുണ്ട് പള്ളിന്റെ അടുത്ത് വന്നിട്ടാണ് ഈ ചുണ്ടിന്റെ ഇടയിൽ വെച്ചറിൽ വെച്ചിട്ട് വലിച്ചെറിയുന്നത്. ഔലിന്റെ അടുത്ത് വന്നിട്ട് ചില ആൾക്ക് അങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞ ഒരാൾ, ചില ജുമാക്ക് വന്നല്ല മനുഷ്യന്മാരുണ്ട് ഖബറിന്റെ അടുത്ത് നിന്നിട്ട് പുക അളക്കുന്ന ഖബറിലേക്ക് ഊത്തുന്ന. എങ്ങനെ ഞങ്ങൾ കത്തട്ട് തീ പിടിക്കട്ടുള്ളൂ വീടി വലിച്ചിട്ട് ഊത്തുന്ന പള്ളിന്റെ അടുത്ത് വന്നിട്ട്. അങ്ങനെ ആവരുത്. കൃത്യമായി വന്നവർ നേരത്തെ പള്ളിയിൽ വന്ന് ഉളൂടുത്ത് ഉളൂഹിന്റെ ശേഷമുള്ള ദുആ ഇല്ലേ, ആ ദുആക്ക് ഉത്തരമുണ്ട്. സമയമുള്ളവർ നിന്ന് ചൊല്ലുക, അല്ലാത്തവർ ചൊല്ലിക്കൊണ്ടേ പോവുക. ബാങ്കിന് ശേഷമുള്ള ദുആക്ക് ഉത്തരമുണ്ട്. നിസ്കാര ശേഷമുള്ള ദുആക്ക് ഉത്തരമുണ്ട്. മഴ പെയ്യുന്ന നേരത്തുള്ള ദുആക്ക് ഉത്തരമുണ്ട്. ഇൽമിന്റെ മജ്ലിസിന്റെ ദുആക്ക് ഉത്തരമുണ്ട്. സദഖ കൊടുത്ത ദുആക്ക് ഉത്തരമുണ്ട്. അങ്ങനെ പല വേളകളും ദുആക്ക് ഉത്തരമുള്ള വേളകളുണ്ട്. ആ സമയങ്ങളെല്ലാം ദുആ ചെയ്യണം. അല്ലാഹു നമ്മെ ദുനിയാവിലും ആഖിറത്തിലും സലാമത്താക്കട്ടെ.
അള്ളാഹുവിനോടുള്ളതെല്ലാം കൊടുത്തു വീട്ടുക. നേർച്ചകളെല്ലാം റബ്ബുമായി ബന്ധപ്പെട്ട നേർച്ചകൾ. നേർച്ചലമൊക്കെ സുഖായെങ്കിൽ ഖാജൂർ മക്കാമിലേക്ക് പോയി ആട് അരി സുഖായ പിന്നെ ആയുമില്ല, ആടുമില്ല, കോയില്ല, കോയിന്റെ മുട്ടയുമില്ല. അല്ലെ പിന്നെ ഓർമ്മയില്ല. പിന്നീടെങ്കിലും ഒരു പാമ്പിന്റെ കിനാവ് കണ്ണെങ്കിൽ കേൾക്കുന്ന ഉസ്താദ് പാമ്പിന്റെ അല്ല കിനാവ് കണ്ണി എന്ത് പ്രശ്നമുണ്ടാ? അപാരങ്ങൾ ചെന്ന് നേർച്ച മിറ്റ് ബാക്കിയുണ്ട്, നേർച്ച ഉണ്ട്, ഹാജൂർക്ക് വെച്ചതുകൊണ്ട് കൊടുത്തിട്ടില്ല, കൊടുക്കേല. ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ ചെല്ലി ഞാൻ അവരോട് ചോദിച്ച് നേർച്ച എന്തെങ്കിലും ബാക്കിയുണ്ട് ഉസ്താദ് എന്ന് നേർച്ച കിടാക്കായെങ്കിൽ അജ്മീർക്ക് പോയിട്ട് കിടാവിനെ വിളിച്ചോണ്ട് പോന്നിട്ട് നീയത്താക്കി. നീ എന്താ ആയിട്ടില്ല ആയിന് ഉസ്താദ് അപ്പൊ വേഗം പോയിട്ട് വരിക അജ്മീർക്ക്. ഇപ്പൊ പോന്ന പോലെ ഇല്ല. ഇപ്പൊ ഞാൻ ചെന്ന കിടാവിന് കഴിയുന്നില്ല. ഇല്ല ഉസ്താദ് ഓൻ ഗൾഫിലുണ്ട്. കിടാവ് പോയിട്ട് ഗൾഫിലേക്ക് എത്തി. എന്താക്കിയിട്ടില്ല കിടാവ് ആയെങ്കിൽ അജ്മീർക്ക് പോകുന്ന കിടാവിനെ എടുത്തോണ്ട് ഇപ്പൊ എന്നെ കൊണ്ടുപോയെങ്കിൽ ശരിയാവോ? കിടാവിന്റെ ഉപ്പായിട്ടായി ഓനെ കൊണ്ടുപോയിട്ടില്ല ഇരുന്നോളൂ അജ്മീർക്ക്. അല്ലെ അങ്ങനല്ല ഖാജൂർക്ക മക്കാമിലൊക്കെ മഹാൻ നേർച്ച വെക്കുന്ന ആളെല്ലാം ഉണ്ട്. നേർച്ച വെക്കുന്നതിന് വെക്കുന്ന ബറാബർ. പെണ്ണുങ്ങല പൊന്നല്ല നേർച്ച വെക്കുന്നത്. ജാഗ്രത ആക്കി. 1,00,000 എത്ര 8,000 രൂപ അന്തം കൊണ്ടില്ലാതെ പോയോണ്ട് പൊന്നിന്റെ വില. നേർച്ച ഒന്നാ വെക്കണ്ട, വെള്ളി വെക്കി നേർച്ച മഹറും. ബാലക്കാരെല്ലാം നെഞ്ഞിൽ കൈവച്ചിട്ട് ആലോചിക്കുന്നത് എന്താക്കുന്നത്. ഇതിന്റെ ഇടക്കൊറ്റ ഞെല്ലി പൊന്നിന്റെ വീട്ടിൽ ഫോട്ടോ എടുത്തിട്ട് 1 ഗ്രാം കോപ്പിയാക്കുന്ന 6,000 രൂപക്കാന്ന് അള്ള വെച്ച പോലാന്ന്. അർജന്റീന ഒരു ടെസ്റ്റ് കന്ന് കൊണ്ടുപോയാലാണ്. ഇവീനെ പാലക്കാർ യൂസാക്കിയിരുന്നവാ മര്യാദ പോവും. നാളെ ഇളക്കിട്ട് പോവും. ഞാൻ എൻഗേജ്മെന്റ് ആയിട്ട് മംഗളത്തിന് 4 ഉണ്ടാകുമ്പോൾ പോയി ഐഫോൺ തന്നിട്ടില്ലാന്ന്. എല്ലാം കോപ്പിയോ ഒറിജിനലോ എല്ലാം റെഡിയാക്കി വെച്ചോളി മംഗലാണോന്നുണ്ടെങ്കിൽ. ഒരുത്ത ലണ്ടനിലേക്ക് പോയ ഫോട്ടോ എപ്പോഴും ഇൻസ്റ്റയില് സ്റ്റോറി ഇടുന്ന ലണ്ടനിലുണ്ട്, ആടെ ഉണ്ട്, കൂടെ ഉണ്ട്. ഒരിക്കൽ കേട്ട് ഓടക്കി ഇത് നീ എപ്പോ പോയാന്ന്. പോയിട്ടില്ല ഉസ്താദെ. പിന്നെ ഇപ്പൊ മംഗല പൊതു നോക്കിക്കൊണ്ട് ഇപ്പോഴേ സെറ്റാക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ലണ്ടനിൽ അല്ല അങ്ങനെല്ലാം പോയോണ്ട് പെണ്ണ് മക്കൊക്കുന്ന സ്റ്റോറി ഇതെല്ലാം നോക്കിയിട്ട് വന്നിട്ടു ഇതഴി ചുറ്റുന്ന കാര്യമല്ല ഇഷ്ടമുണ്ട് എന്നെ കൊണ്ടുപോകല്ലേ ഒത്തങ്കായില്ലേ ഗലാട്ടായി പഞ്ചായത്തിക്കായി തലാക്കലേക്ക് എത്താൻ പോയിട്ട് അവനോട് കേട്ടി എന്ത് വിഷയം നോള് പറഞ്ഞ് മംഗലായിട്ട് ഊട്ടിക്കൊണ്ടുപോകാൻ ചെല്ലി, കാശ്മീരത്തെ കൊണ്ടുപോകാൻ ചെല്ലി, അവിടേക്കെല്ലാം കൊണ്ട് അങ്ങനെ ചെല്ലി ഇങ്ങനെ ചെല്ലി മംഗലായിട്ട് മടിക്കായിരിക്കും കൊണ്ടുപോയിട്ടില്ല. ആ വലായിട്ട് ഗലാട്ട ഞാൻ എല്ലാവരോട് ചെല്ലിയിട്ടായിനി എന്നെല്ലാവരോട് കേൾക്കുന്നത് എപ്പോ പോന്നേ മോൻ ചെന്ന നീ ഗടിപിടിയാക്കണ്ട, ഏതായാലും കുറച്ച കയ്യട്ടി ഇപ്പൊ ക്ഷീണല്ല മാറട്ട്. ആരെ കൊല്ല 2 ഇന്നോളം എന്റെ ക്ഷീണം മാറിയിട്ടില്ല. അല്ലെ കൊണ്ടുവന്നില്ല. ലാസ്റ്റ് ഓൻ ചെല്ലി ഓനോട് കേട്ടപ്പോൾ ലാസ്റ്റ് നീ ചെല്ലൊക്കാന്ന്. അപ്പൊ ചെല്ലി ചെല്ലൊക്കെ ഉസ്താദ് എന്റെ ചെല്ലിട്ടില്ലെങ്കിൽ എന്റെ ഷങ്ങായിക്ക് എൻഗേജ്മെന്റ് ആയിട്ട് കൊണ്ടാലായിട്ട് നമ്മൾ തപ്പിച്ചിരി ഓള് തപ്പിക്കണ്ടായിട്ട് ഞാൻ ചെല്ലി എങ്ങനെ അള്ള വെച്ച പോലെ മംഗല പിന്നെ നോക്കാന്ന് ചെല്ലി ഓള് കേട്ടോടൊക്കെല്ലാം കൊണ്ടുവന്നേ ചെല്ലി അതല്ല മോശം ഇല്ല എന്ന് ചെല്ലി. ഇപ്പൊ ഇന്ന് കൊണ്ടുപോകാനാ കയ്യിൽ പൈസ ഇല്ല, കടന്നെ കുറെ ഉണ്ട്, ഇപ്പൊ അവിടെ കൊണ്ടുവന്നേ. ഇങ്ങനത്തെ പരിസ്ഥിതി ഏതുവാകട്ടെ അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. എല്ലാ അമാനത്തുകളും പൂർണ്ണമായി വീട്ടുന്നവരാവുക. പിന്നെ അടിമകളുമായിട്ടുള്ള അമാനത്തുകൾ, അത് കടമാണെങ്കിലും ശരി, അത് വാക്കാണെങ്കിലും ശരി, അത് പണമാണെങ്കിലും ശരി, ചെറിയ വിഷയമാണെങ്കിൽ പോലും ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞാ കഴിവുണ്ടാഞ്ഞിട്ട് ചെയ്യാതിരിക്കരുത്. ഞാനത് തരാന്ന് പറഞ്ഞാ പിന്നെ തരാതിരിക്കരുത്. ചില ആളെ പറയൂ മംഗല അടുത്തേക്ക് എത്തുമ്പോ ഒന്ന് ഓർമ്മയാക്കി ഇൻഷാ അല്ലാന്ന്. ആസ വെച്ചിട്ടേ ഉള്ള മംഗല അടുത്ത് വരുമ്പോ ഒരു ഫോണങ്ങ് തരാതിരിക്കലാന്ന്. ഏതെല്ലാം ഐറ്റം നോമ്പില് പോയിട്ടാ മോൻ നീ ഇപ്പയാ വരുന്ന എല്ലാം കൊടുത്തിട്ട് ഇന്നലെയൊക്കെ കണക്കല്ല തീർത്തിട്ടായി. ഇന്നലെ വന്ന് ഞങ്ങൾ സുബൈക്ക് വന്ന് ഞങ്ങൾ ഇട്ടി എന്ത് ഇട്ടി കൊടുക്കാനാ അല്ല, ആളുകളെ ആഗ്രഹിപ്പിക്കുകയാണ്. പറഞ്ഞ വാക്ക് അമാനത്തായി ബാക്കിയാകുന്നു. കടം വാങ്ങിയത് കൊടുക്കാതിട്ടുണ്ടെങ്കിൽ അതവിടെ ബാക്കിയാണ്. പറഞ്ഞ വാക്ക് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അതും അമാനത്താണ്. അത് വീട്ടാത്ത ആളുകളില്ലേ നാളെ മശ്ശറയിലേക്ക് എത്തുമ്പോ കടം വാങ്ങിയിട്ട് കൊടുക്കാത്തവർ സ്വർണം ഉമ്മമാരെ ആർക്കും കട കേട്ടെങ്കിൽ പൊന്നെന്ത് കൊടുത്തിട്ടുണ്ടാവാ. ഞാനത്തിൽ കലാട്ടെ പൊന്ന് കൊടുത്ത് റിട്ടേൺ വരുമ്പോ കോപ്പി 1 ഗ്രാം വന്നിന് ഇതിന്റെ നേരെ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനത്തെ എല്ലാം നടന്നുകൊണ്ടുണ്ട്. പക്ഷെ ജാഗ്രതയാക്കിക്കൊള്ളുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അമാനത്തുകൾ കടം, ചെറിയ കടം, വലിയ പൈസക്കാരെല്ലാം ഉണ്ടാവും. ഇക്ഷനോട് പറയും 50 ഉറുപ്പ നീ പോ ഞാൻ നിങ്ങക്ക് ഫോൺ പേ ആക്കുന്നേന്ന്. ഓൻ പാപ്പ കാലത്തതിന് 12 മണിക്ക് ഫസ്റ്റ് കിട്ടിയ ഓൻ്റെ ഫോൺ പേ. ഇനി വളക്കിയെങ്കിൽ ഓനെ ഒരളക്കാനുമല്ല ആയ ഫോൺ പേ ശുദ്ധിയില്ല. പിന്നെ അല്ലേ ചില റിക്ഷക്കാരുകൾ ആണുങ്ങ പിന്നെയും തരുന്നു ഉസ്താദെ, പെണ്ണുങ്ങ ചെന്ന ഫോൺ പേ ആക്കടായിട്ട് പോയെങ്കിൽ ഫോൺ പേ ഇല്ല എന്തും ഇല്ല അല്ലെ. ഇപ്പൊ 2000 രൂപ വന്നിട്ടും അയക്കുന്നില്ല, ഇതിനെപ്പോ അയക്കുന്നത് അല്ലെ. പെണ്ണുങ്ങൾക്ക് വരുന്നില്ല 2000 രൂപ. ഏതാണെങ്കിലും അങ്ങനെയുള്ള ചെറിയ കടമാണെങ്കിലും ശരി മംഗലെല്ലാം കഴിഞ്ഞു. കോയിന്റോനെയും പന്തലിനോനെയും പൈസ കൊടുക്കാനില്ല. ഇടാറുണ്ടോ പന്തലിനോർ? ഇല്ല. പന്തലുകാരന് ലാസ്റ്റ് ആ ബാക്കിയാണ് ഓറന്നെ പന്തലുകാർ പോയിക്കാർ പിന്നെ അരി സാമാനത്തിന്റെ ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം പൈസ ആവരുത്. കടമാക്കാം, കടം കൃത്യസമയത്തിനാക്കാം, പറഞ്ഞ വാക്ക് തെറ്റിക്കാതെ കൊടുക്കാം. അങ്ങനെയാണ്.
അങ്ങനെയാണ് കടം പൂർണ്ണമായിട്ട് വീട്ടണം. നീ വീട്ടാരെ മരിച്ചുപോയി, ഹക്കടപാട് ബാക്കിയായി, അമാനത്ത് ബാക്കിയായി, ഏത് ബാക്കിയാണെങ്കിലും അള്ളാഹു പറയുകയാണ് മഹ്ശറയിലെത്തുമ്പോ നീ വീട്ടാതെ ബാക്കിയുള്ളതെല്ലാം ഇവിടെ നിന്ന് വീട്ടണം. അവൻ പറയാണ് യാ റബ്ബ്, അല്ലാഹുവേ ദുനിയാവ് കഴിഞ്ഞുപോയല്ലോ, ഞാൻ എങ്ങനെ വീട്ടാനാണ്, ഞാൻ എങ്ങനെ കൊടുക്കാനാണ്, ഞാൻ എങ്ങനെ അവന്റെ പണം കൊടുക്കാനാണ്, ഞാൻ അവന്റെ പൈസ എങ്ങനെ കൊടുക്കാനാണ്, ഞാൻ എങ്ങനെ അമാനത്ത് വീട്ടാനാ? റബ്ബ് തആല പറയുന്നു, ഇതാ കണ്ടോ നരകത്തിന്റെ അടിയില് നീ അമാനത്ത് അവിടെയുണ്ട്, അത് കൊണ്ടുവന്നിട്ട് ഇവന് നീ കൊടുക്കണം. കടം ബാക്കി വെച്ച് ഭരിക്കുന്നവരെ, പാലിക്കാത്ത വാക്കുകൾ ബാക്കിയുള്ളവരെ, പള്ളിയുടേത്, മദ്രസയുടേത്, മക്ബറകളുടേത്, നാടിന്റേത്, കുടുംബത്തിന്റെ സ്വത്ത്, നാട്ടുകാർക്ക് കൊടുക്കാനുള്ളത്, മറ്റെല്ലാം നീ നാളെ ബാക്കിയാക്കിയിട്ട് പോയാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, നീ ഇറങ്ങിയിട്ട് നീ അമാനത്ത് വീട്ടണേ. അല്ലാഹു പറയുമ്പോ എവിടെ? റബ്ബ് തആല പറയാ, നീ പൊയ്ക്കോ, നരകത്തിന്റെ അടിയിലുണ്ട്, നരകത്തിന്റെ അടിയിലുണ്ട്. ഭാര്യാനെ കൊണ്ടുപോകാന്ന് പറഞ്ഞാ കൊണ്ടുപോകണം, ഉംറക്ക് പോകാന്ന് പറഞ്ഞാ പോകണം. ഉണ്ടാഞ്ഞിട്ട് നമ്മൾ ഇതിന് മുടക്കം കാണിക്കരുത്, ആ വാക്കുകൾ തിരസ്കരിക്കരുത്. ഏതുമാകട്ടെ, അവൻ നരകത്തിന്റെ അടിയിലേക്ക് പോകുകയാണ്. ചുട്ടുപൊള്ളുന്ന പതപതക്കുന്ന കറുകറുത്ത നരകമില്ലേ, ഊക്കിദാലന്നാരി അൽഫസന, 1000 കൊല്ലം കത്തിക്കപ്പെട്ടിട്ട് ചൂട് കളറാ, ചൂടായി ചൂടായി ചുവപ്പ് കളറായി, പിന്നെ 1000 സുമ്മ ഊക്കിദാലന്നാരി അൽഫസന, അൽഫസന 1000 കൊല്ലം പിന്നെയും ഊതി, തീ വെളുവെളുത്ത തീയായി. സുമ്മ ഊക്കിദാലന്നാരി അൽഫസന, പിന്നെ 1000 കൊല്ലം നരകത്തിലേക്ക് ഊതപ്പെട്ടു. ഫഹിയ സൗദാ മുദ്ലിമാ, കറുകറുത്ത നരകമാണ്, കറുകറുത്ത നരകമാണ്, ചുട്ടുപൊള്ളുന്ന നരകമാണ്. നരകത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിയിട്ട് അവന്റെ അമാനത്ത് കൊണ്ടുവരാൻ നോക്കുമ്പോ ഫഹിയ അസ്ഖലു മിൻ ജിബാലി ദുനിയാ, ദുനിയാവിന്റെ പർവ്വതങ്ങളെ കാട്ടിയും വലുതാണത്. ഒരു കുന്നിന്റെ അത്രല്ല. ഇവിടെ കുന്നലുണ്ടല്ലോ അല്ലെ, വലിയ കുന്ന്. എന്താ പറഞ്ഞ പർവ്വതത്തിന് എന്താ പറഞ്ഞ? പർവ്വത അല്ലെ, നക്കണിക്കല് ഗുഡ. ഒരു ഗുഡയുടെ അത്രയല്ല, ഒരു പർവ്വതത്തിന്റെ അത്രയല്ല, ഒരുപാട് പർവ്വതങ്ങളുടെ അത്രയുമുണ്ട് അമാനത്ത്. ആ അമാനത്ത് കൊണ്ടുവരാൻ പറയപ്പെടുകയാണ്. ആ അമാനത്ത് കൊണ്ടുവരാൻ പറയപ്പെട്ടപ്പോ ആ അമാനത്ത് കൊണ്ടുവരാൻ പറയപ്പെട്ടപ്പോ ആ അമാനത്തിന് വേണ്ടി അവൻ ഇറങ്ങുകയാണ് താഴോട്ട്. അല്ലാഹു തങ്ങൾ ഉസ്താദ് പോയി, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. തങ്ങന്മാരെ ഉസ്താദന്മാരെല്ലാം ബഹുമാനിക്കണം, അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ബഹുമാനിക്കുന്നതിന് ഒട്രാസി ബഹുമാനിക്കുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് ഒരു തങ്ങള്, നമ്മളെ തങ്ങല്ല, തങ്ങ പൊരകുടിക്കെല്ലാം പോയാലോ, പൊരകുടിക്ക് ചില ആൾക്ക് അങ്ങനെ ഉണ്ട്. മംഗലത്തിന് തങ്ങാണോ, പൊരകുടിക്ക് തങ്ങാണോ, പൊരകുടിന്റെ അന്ന് പിറ്റുന്ന പാട്ട് പാടാൻ തങ്ങ വേണ്ട, മംഗലത്തിന്റെ ഒരു നമ്മിനെ അറബിക്കണ ഇട്ടാക്കുമ്പോ തങ്ങ വേണ്ട, അല്ലെ വേണ്ട, ഹറാമിനൊന്നും തങ്ങ വേണ്ട. തങ്ങ കുടിയാക്കുന്നു പിറ്റന്നെ സുബൈഖല്ല. ഇന്നലെ തങ്ങ അതുപോലെ സുബൈക്ക് വന്നിട്ട് തഹജ്ജുദിന്റെ നേരത്തെ വന്നിട്ട് ദുആ ചെയ്തിട്ടല്ല പോയി. ആ മോശമല്ല, നല്ല ഖൈർ ബർക്കത്ത്. ഇപ്പൊ എല്ലാം വിവാദമായിക്കൊണ്ട് ഉമ്മ കുടിയാക്കണ, തങ്ങ കുടിയാക്കണ, ഉസ്താദ് കുടിയാക്കണ, ഉപ്പ കുടിയാക്കണ. അവൻ എന്നോടൊരാൾ കേട്ടി എന്താക്കണം, ഞാൻ പറഞ്ഞു ആര് കുടിയാക്കിയെങ്കോ ഉമ്മാനൊപ്പാനെ പുറത്തിട്ടുണ്ട അല്ലേ, കുടി ആരാക്കിയെങ്കോ ഉമ്മാനൊപ്പാൻ എന്താക്കിയിട്ടുണ്ടാ പൊരന്ന് പുറത്താക്കിയിട്ടില്ല അങ്ങതി. പിന്നെ ഒന്നെന്താ ചാക്കണം എപ്പായെങ്കോ ഉമ്മാനെല്ലാം കുടിയാക്കുമ്പോ മോശം എന്തില്ല. അപ്പുറത്തെ ഉപ്പായ ഒരു പെടുക്കൂസൊരു ഒരു പാപ്പത്തിന്റെ മനസ്സ് അവിടെ ഉണ്ട്. ആ മനസ്സിനെ കുറച്ച് ഓർമ്മിച്ചോന്ന് നല്ല. ഉമ്മന്നടിക്കുമ്പോ ഉപ്പാന്റെ കണ്ണ് നിറയാതെ വെള്ളം വരുന്നു. ഓർക്കൊരാശ എന്നോടും ചെല്ലിറാഞ്ഞ് ഞാൻ കുട്ടി അടിച്ചിട്ടില്ല അങ്ങോട്ടി. ഈ ഉപ്പാന്റെ നെഞ്ചത്തേക്ക് അടിച്ച പോലെ ആ ഉമ്മയങ്ങ് ചെല്ലണ്ടി അജ്ജുമ്മ ഇരിക്കട്ടെ നിന്റെ അബ്ബുണ്ട് അബ്ബട്ട ചൊല്ലു. ഈ മക കൊസിയെ കൊസി ഈ വന്ന് സീര വന്നിട്ട് അടിച്ചിട്ട് ഒരേ പോക്ക് ഉമ്മ വേണ്ട എന്നല്ല, ഉമ്മ അടിച്ചോട്ട് പറയുന്ന ഞമ്മളും എന്താ ചാക്കണം. ചില ആൾ അങ്ങനെയുണ്ട്, ഉമ്മാക്ക് പൈസ കൊടുക്കും ഉപ്പാക്ക് പൈസ കൊടുക്കാൻ. ഉപ്പാക്ക് 10,000 കൊടുത്താൽ ഉമ്മാക്ക് 5,000 കൊടുത്താൽ മതി.
കാരണം പള്ളിക്കും ദർഗാക്കും ആടെ ഇവിടെയും എല്ലാം പോകുന്ന ഉപ്പയാണ്. ഉപ്പാക്ക് കൊടുക്കണം. ഇതിപ്പോ ഉമ്മാന്റെ പേരിൽ എല്ലാവരും ചൊല്ലിട്ടുണ്ടല്ലേ, ഉപ്പാക്ക് ബലണ്ണില്ല. പോ വ്യവസായ ഉപ്പല ആർക്കും വേണ്ട. അത് ഏതുവാകട്ടെ, ഉമ്മ അടിച്ചാലും ഉപ്പടിച്ചാലും വിരോധമല്ല, തങ്ങളടിച്ചെങ്കിൽ ഉസ്താദ് അടിച്ചെങ്കോ ആരടിച്ചാലും വിരോധമല്ല. ഉമ്മല്ലാത്ത വീടോ ഉപ്പല്ലാത്ത വീടോ ആകരുത്. അള്ളാഹു നമ്മുടെ ഉമ്മക്കും ഉപ്പക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മരിച്ചുപോയ ഉമ്മക്ക് വാപ്പക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഏതോട്ട് പരിപാടിക്ക് പോയി, ആടുന്ന് വന്നല്ല, പരിപാടിക്ക് പോയിട്ടാകുമ്പോ ഫസ്റ്റ് പോയി തങ്ങ കത്തിച്ച് ഗ്യാസ് കത്തിച്ച് കുറച്ച് കഴിയുമ്പോൾ അപ്പം ചൊല്ലി ഓപ്പൺ. ഇപ്പുറത്തൊരു നടുവിലുണ്ടല്ലോ വേറെ കിച്ചൺ, സൈഡിൽ അഗ്നിമൂലന്റെ കിച്ചൺ വേറെ ഉണ്ട്. ഇത് റൗണ്ടിൽ ഇപ്പുറത്തെ ഒരു ജാഗിൽ വേറെ റൗണ്ട് ആക്കിയിട്ട് ആടെ ഒരു കിച്ചൺ ഉണ്ട്, അതിലും കത്തിച്ച് പോ. അത് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്തേല് തങ്ങളൊരു പുരക്ക് ഞങ്ങൾക്കല്ല വിറവിന്റെ അടുപ്പൊന്നാക്കി തങ്ങനെ ഉദ്ഘാടനം അതും കത്തിച്ച് തങ്ങ മൂന്നാമതായിട്ട്. അതെല്ലായിട്ട് അയാളിയല്ല തങ്ങളെ മണ്ടന്റെ അടുപ്പുണ്ട്. ഏത് മണ്ടന്റെ അടുപ്പ്? കക്കൂസ് അടുപ്പിനപ്പുറം പുറത്ത് കൊട്ടിലിട്ടിട്ട് തങ്ങ ചെല്ലിയ അല്ല കാത്ത് തണ്ണി ചൂടാക്കി തങ്ങളോട് ധരിപ്പിക്കാത്തത് കുളിക്കാൻ. ഇങ്ങനത്തെ അല്ല ബഹുമാനം. ഒട്രാസി ആര് തങ്ങ എന്നിട്ട് മണ്ടന്റെ അടുപ്പ് കത്തിക്കാനും തങ്ങ അങ്ങനെയൊന്നുമില്ല. അള്ളാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. ഒരുത്തന്റെ ബഹുമാനം എന്നല്ല പറയുന്നത്, ഒട്രാസി ബഹുമാനിക്കുന്നു. തങ്ങൾക്ക് ഒരുത്തൽ ഞാൻ പൊണ്ടത്തിന്റെ വെള്ളം കൊടുക്കുമ്പോ തങ്ങളൊക്കെ ഉള്ള ഒരാൾ ചെല്ലി യാർ പൊണ്ട തങ്ങ കുടിക്കലേ ഇല്ല. ഞാൻ അപ്പുറം വെച്ച് എന്താക്കും തങ്ങ പൊണ്ട കുടിക്കുന്നില്ല. അങ്ങനെ എന്താക്കുന്നത് ഈ തങ്ങളാട്ടി ഇടങ്ങേറി ഒക്കെയുള്ള ചില മനുഷ്യന്മാർ അങ്ങനെ ഉണ്ടല്ലോ. ചില അടുത്ത് ഡോക്ടർമാർ നല്ല മനുഷ്യന്മാർ, ഈ ഉള്ളെ കളക്കുന്ന റക്കാസിനെ കണ്ടെങ്കിൽ പാർട്ട് പാതിലുണ്ടോ തേച്ചു പോകും. ആ മാതിരി പേടിപ്പിക്കുന്നത് ഈ ഉള്ളെ കളക്കുന്നവരെല്ലാം. തങ്ങ കുടിക്കലേ ഞാൻ അവിടെ വെച്ചു കൊടുക്കാനാണ്. പിന്നെ മെല്ലെ അയാൾ അപ്പുറം പോയിട്ട് അമ്മ മെല്ലെ കാണിച്ചു. പിന്നെ ഇയാൾ ഓർപ്പിനെ ഭിത്തിനാക്കി ഒന്നും പേടിയാന്നില്ല. അപ്പുറം എന്ത് നട്ട് ഇളനീരങ്ങളെ കൊണ്ടാന്നില്ല. ഒരു ഗ്ലാസ് കുടിച്ചിട്ട് രണ്ടാട്ടി വയ്യൊക്കെ ഒരു ഗ്ലാസ് കൂട്ടി കുടിച്ചു. അങ്ങനെ ഓരോരുത്തം ബഹുമാനിച്ചിട്ട് തങ്ങൾക്ക് അതാന്നില്ല, തങ്ങൾക്ക് ഇതാന്നില്ല, ഉസ്താദിന് അത് വേണ്ടാട്ട് ലാസ്റ്റ് പിന്നെ വേണ്ടെന്നില്ല, പിന്നെ വേണമെന്നില്ല. ഞാൻ ഒക്കുന്നില്ലിക്കൊല്ല പിന്നെ എഴുത്തല്ല. അള്ളാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാ. അമാനത്തുകളെല്ലാം വീട്ടണം. അമാനത്ത് ബാക്കിയായി മശ്റയിലേക്ക് എത്തി നരകത്തിലേക്ക് അവനെ താഴ്ത്തപ്പെട്ട് അമാനത്ത് കൊണ്ടുവരാൻ പറയുമ്പോ അവനത് താങ്ങാൻ കഴിയുന്നില്ല. പർവ്വതങ്ങളെ പോലെ, പടുകൂറ്റൻ പർവ്വതങ്ങളെ പോലെ വലിയ വലിയ പർവ്വതങ്ങളായി അവനെ ഏറ്റിട്ട് അവന്റെ പുറത്തതിനെ തലയിലും മറ്റൊക്കെയായി മുകളിലേക്ക് വരുമ്പോ അവൻ താഴോട്ട് വീഴുന്നു. പിന്നെയും അടുത്ത് മുകളിലേക്ക് വരുന്നു. ഒന്ന് രക്ഷപ്പെടാൻ ഇല്ല, സത്യമാകുന്നില്ല. അവസാനം അവൻ നരകത്തിന്റെ അടിത്തട്ടില് അവനങ്ങ് കരിഞ്ഞു പോവുകയാ. അതുകൊണ്ട് അമാനത്ത് വീട്ടണേ, കടങ്ങളെ വീട്ടി തീർക്കണേ. ആളുകൾക്ക് കൊടുക്കാനുള്ളത്, ആളുകളോട് പറഞ്ഞിട്ടുള്ളത് എല്ലാം നീ പൂർണ്ണമായി വീട്ടുന്നവനാകണേ. മൂന്നാമത്തെ നരകത്തിന്റെ കടമ്പ അവിടെ ചോദിക്കുന്നത് കുടുംബമാണ്. അലാ സിലത്തുർ റഹീം, നീ കുടുംബബന്ധം പുലർത്തിയോ? പെങ്ങളെ സ്നേഹിച്ചുവോ? എളാപ്പയെ നോക്കിയോ? എളാമയെ കണ്ടോ? സഹോദരനെ ബഹുമാനിച്ചോ? അളിയനെ സ്നേഹിച്ചോ? എല്ലാം ചോദിക്കുകയാണ്. കുടുംബ സംബന്ധമായ വിഷയങ്ങൾ എന്ന് പറഞ്ഞാ കുടുംബക്കാരന്റെ പുരയിൽ പോയിട്ട് നാപ്പോസരിക്കണോന്നല്ല, ഇഷ്ടപ്പെടാത്തടുത്ത് പോയി കുത്തിരിക്കണോന്നല്ല, തിരിഞ്ഞു നോക്കാത്തവരുടെ അടുത്ത് പോയി യാചിക്കണമെന്നല്ല, ഒന്നുമല്ല. നമ്മെ സ്വീകരിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ, നമ്മെ ഇഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ, നമ്മെ കേൾക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അവിടെ പോകണം, കാണണം, ആരംഭിക്കണം, അവരെ ആശ്വസിപ്പിക്കണം, പെങ്ങന്മാരെ സഹായിക്കണം, ആങ്ങളമാരെ സഹായിക്കണം, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർ എല്ലാവരെയും ഇഷ്ടം വെക്കുന്നവരാകണം. ഏറെക്കുറവുകളുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണം. അള്ളാഹുവേ ഖൈർ നൽകണേ അല്ലാ. നാലാമതായി ചോദിക്കുന്നത്, നരകത്തിന്റെ നാലാമത്തെ വാതിൽക്കലെത്തുമ്പോ അവിടെയുള്ള മാലാഖമാർ അവനോട് ചോദിക്കുന്നത് ബിറുൽ വാലിദൈൻ, നിന്റെ ഉമ്മയോട് ഉപ്പയോട് നീ അവർക്ക് ഗുണം ചെയ്തു പോയോ? ഉമ്മാക്കും ഉപ്പാക്കും ഗുണം ചെയ്യാത്തവർ അവൻ അങ്ങോട്ട് കടന്നു പോകാനാകില്ല. എത്ര വലിയവനാവട്ടെ, വലിയ ആള് വരുന്നു, ആബിദ് വരുന്നു, ബിഅമലി അൽഫി സിദ്ദീഖ്, 1000 സാലിഹീങ്ങളുടെ അമലുകളുമായി വരുന്നു. വകാന അഖല്ലി വാലിദൈ, നല്ലൊരു ആബിദ, നല്ലൊരു മനുഷ്യനാ, ഉമ്മയടങ്ങേറാക്കിയവനാ, ഉപ്പയെ കരയിപ്പിച്ചവനാ. അല്ലാഹു ഫീ ശൈഇൻ മിൻ അമലിഹി, അവന്റെ എല്ലാ നിസ്കാരങ്ങൾ, അവന്റെ ഒരുപാട് നോമ്പുകൾ, അവന്റെ ഒരുപാട് സദഖകൾ ഇല്ല റബ്ബ് തആല അവനിലേക്ക് നോക്കുന്നില്ല, അവന്റെ അമലിലേക്കും നോക്കുന്നില്ല. അവന്റെ ഒന്നും റബ്ബിന് വേണ്ട. കാരണം എന്തെന്നറിയോ? ഉമ്മാന
ഉമ്മാനെ വെറുപ്പിച്ചിട്ട് ഉപ്പാനെ കരയിപ്പിച്ചിട്ട് എന്ത് നന്മ ചെയ്താലും റബ്ബുൽ ഇസ്സത്തിനത് വേണ്ട. അള്ളാഹ്ക്ക് വേണം ആരുടെ ഉറുപ്യ കൊടുത്താലും മതി, കുറച്ച് നിസ്കരിച്ചാലും മതി, ഉമ്മാന്റെ പൊരുത്തമുണ്ടാകണം, ഉപ്പാന്റെ പൊരുത്തമുണ്ടാകണം. ഇല്ലാത്തവർക്ക് സ്വർഗമില്ല കേട്ടോ. സ്വഹാബിയാണെങ്കിലും ശരി, വലിയാണെങ്കിലും ശരി, തങ്ങളാണെങ്കിലും ശരി, ഉമ്മയുടെയും ഉപ്പാടെയും പൊരുത്തമില്ലാത്തവനാരോ അവർക്കാർക്കും സ്വർഗമില്ല. അവരെ നരകത്തിലേക്ക് പിടിച്ചെടുപ്പെടുകയാണ്. നാലാമത്തെ നരകത്തിന്റെ വാതിലിൽ ചോദിക്കുന്നത് അതാണ്. പിന്നെയുണ്ട് ഉമ്മയെ ചിരിപ്പിച്ചവർ, ഉപ്പാനെ ചിരിപ്പിച്ചവർ. അവർ നാളെ മശ്റയിലേക്ക് വന്നാൽ ഒരു ഉമ്മ ഒരു ദിവസം മോനെ കൊണ്ട് ചിരിച്ചു പോയാൽ, ഉമ്മാനല്ലേ ചിരിപ്പിക്കണം, തമാശ പറഞ്ഞിട്ടാണെങ്കിലും ശരി, എന്തെങ്കിലും തമാശ പറയാം ഉമ്മാന്റെ അടുത്ത്, ഉപ്പാന്റെ അടുത്ത് തമാശ പറഞ്ഞിട്ടെങ്കിലും ശരി. നാളെ പോയി ഉമ്മ കിടന്നിട്ടാകുമ്പോ ഒരു ചിക്കിളിയാക്കണ്ട. ചിക്കിളിയാക്കുന്നതിലൂടെ എന്ത് പറഞ്ഞ ചിക്കിളില്ലേ, ചൊക്ലീനാ ഇല്ല ചിക്കിളിയാക്കടാ. ഇനി ഉമ്മാക്ക് ഒരു ഉസ്താദ് ചെല്ലിന് ഉമ്മാനെ ചിരിപ്പിക്കണം എന്നിട്ട് പാതിരാക്കി അണിച്ചിട്ട് ചിക്കിളിയാക്കി അഡ്രസ് ഇരിക്കല. ഇപ്പൊ തന്നെ നമ്പാനും വന്നില്ല. ഞാൻ ഒരു പണി സൈത്താന് പിടിച്ചിട്ട് എന്തെന്ത് ഇസ്മാക്കിയും സൈത്താന് പോകുന്നില്ല. ഞാൻ 2 മണിക്ക് അടിച്ചിട്ട് 2 മണിക്ക് അടിച്ചിട്ട് യോർ എന്തെന്താക്കി 1.5 കൊല്ലം ഇസ്മാക്കി. പോണ്ടേ സൈത്താൻ പോണ്ടേ, പോകുന്നില്ല. ായിട്ട് നമ്മളായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഞാൻ പറഞ്ഞോട്ട് സൈത്താന് ചിലപ്പോ മറ്റേ സൈത്താൻ അവൻ ചാൻസ് ഉണ്ടെന്നല്ല ചെലിട്ട് കൊടുത്തിട്ട് അയാൾ പോയിട്ടാകുമ്പോ അയാൾ ഫസ്റ്റ് റൂമിലെ ബന്ധാക്കി ഞാൻ ചെലിട്ട് കൊടുത്തിനോട് ഇങ്ങനെയുള്ള അയാൾ കേട്ടല്ല, കറക്റ്റ് കേട്ടു. നേര് ചൊല്ലണം. ഇപ്പൊ ഇതൊരു സൈത്താന് ബാത്തിലാക്കുന്ന ഒരു പണി ഞാൻ എടുക്കുന്നത്. ഇത് എടുത്തുനിന്ന് കണ്ടെങ്കിൽ നിനക്കാരെല്ലാം ഒരു ചെറിയ ഇക്ലീസ് പിരിച്ചെന്ന ഉണ്ടെങ്കിൽ ഇതിൽ പൊട്ടുന്നു. പിന്നെ നിനക്ക് എന്ത് കിട്ടാല, നീ പണിയെടുക്കുന്നതിന് മുന്നേ ചൊല്ലണം ഉണ്ടായില്ലേ. ഓക്ക് ഇത് ഒട്രാസി പേടി അവനും തുടങ്ങി. ഇത് എന്നിട്ട് ഓള് മെല്ലെ ചെല്ലി ഒക്കുന്നില്ല. അവളോട് കേട്ടാലേ ഒക്കെ നീ കൂക്കിലിടുന്നതിന് ആക്കുന്നില്ല. കറക്റ്റ് 2 മണിക്ക് വെച്ചിട്ട് കൂക്കിലിടുന്ന ഓർക്ക് ഉറക്കില്ല, ടെൻഷനും ബേജാറും. ലാസ്റ്റ് അവളോട് ചെല്ല നിങ്ങൾക്ക് ഒരു ഉറുക്കല്ല തരുന്നത്, ഇതിലെല്ലാം പോവും. പുതിയ പിള കിട്ടും, നീ അതിന് കൂക്കങ്ങായല, കൂക്കിലിടങ്ങായല, കൂക്കിലിട്ടങ്ങാല ബുദ്ധിമുട്ടാണ്. പുറക്കാർക്ക് അങ്ങനെ ഏതായത് തങ്ങന്മാർ വന്നവരിലെ കുറച്ചാൾ ചെന്നാണ് റുവാന്റെ ഉപദ്രവം ഉണ്ടോ. പിന്നെ ഇല്ല കറക്റ്റ് 2 മണിക്ക് ഇതിന്റെ കോയി നാക്കുന്നത്. അല്ല ഒരു ടൈം ചേഞ്ച് ചെയ്യാനൊന്നുമില്ല. ഇതുപോലെ 1.5 വെച്ചിട്ട് എണിക്കുന്നത് കൂക്കിലിടാൻ. പുറക്കാർക്ക് ഒട്രാസി അവർ നട്ടന്നിരിക്കാൻ വേണ്ടി കൂക്കിലിടുന്നു. ഏതുമായിട്ട് കൂക്കളിലിട്ട് ലാസ്റ്റ് ഇയാൾ ചെല്ലി നിങ്ങൾക്ക് ആ ചക്കനെ ഞാൻ കിട്ടുന്ന പോലെ ആക്കുന്നത്, നീ കൂക്കിലിടങ്ങാല. ഈ ഒട്രാസി ഇയാൾക്കോട് കൂക്കിലിടുന്ന എന്താകണോ തങ്ങൾക്ക്. കുറെ ആൾ ഒരു ചെല്ലനാണ് 1.5 വർഷമായിട്ട് എന്തൊരു സമാവില്ല. ഒരു വരുന്ന മറന്നങ്ങ് പിറ്റേന്ന് 2 വട്ടം കൂക്കിലിടുന്നോ ഇത് എടുക്കുന്നത്. അങ്ങനത്തെ ഇടങ്ങിയത് ഏതുമായിട്ട് ഇയാൾ പോയി തല്ല ചെല്ലു നിങ്ങൾക്ക് അത് കിട്ടും, നീ മുണ്ട സൈലന്റ് ആയി തിരിക്കണം, എല്ലാം കറക്റ്റ് ആവുന്നല്ലേ ചെല്ലിട്ട് അയാൾ തങ്ങവൻ ചെല്ലാല. മങ്ങലെല്ലാം എടുക്കുന്ന നിങ്ങളോടൊന്ന് കേട്ടോളി, ജാഗ്രത ആയിക്കോളി. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോളി, അല്ല ഹൈറിലാക്കട്ടെ. ഒരു ഉക്ക് കൊടുത്തിന് ഇങ്ങനെ അവള് കൂക്കിലിടല. അന്ന് പോയ കൂക്കുളി ഇന്നോളെ വന്നിട്ടില്ല. എന്തേ ശരിയായി ഓക്കെ, ശരിയായി ഓക്കെ, ഇത് കിട്ടുന്ന അയാൾ സംഘച്ചല്ല, ഇത് ഉറുക്കിട്ട് നിങ്ങൾക്ക് അവൻ തന്നെ കിട്ടുന്നതിൽ സമാധാനാക്കിട്ട് വന്ന് കൂക്കിളില്ല. ഇങ്ങനത്തെ അവസ്ഥ നിങ്ങൾ നാളെ ഉമ്മാനെ ചിരിപ്പിക്കണം, ഉപ്പാനെ ചിരിപ്പിക്കണോട്ട് പോയിട്ട് പാതിരാക്കണിച്ചിട്ട് മെല്ലെ പോയാൽ ഉപ്പന്നിരിക്കും. എന്തോ എന്നെ കൊണ്ട് എബെട്ടിടിച്ചിട്ട് എന്റെ ജാഗയെല്ലാം എടുക്കുന്ന എന്താ ജോൻ ചിരിപ്പിക്കുന്ന മുണ്ടിരി അടുപ്പിച്ചാൽ മതി, തൊട്ടിലെല്ലാം ചിരിപ്പിക്കണ്ട. ഏതാണെങ്കിലും ഉമ്മ ചിരിച്ചു പോയാൽ, ഉപ്പ ചിരിച്ചു പോയാ ഉമ്മയുടെ ഒരു ചിരി കൊണ്ട് കിട്ടുന്നത് എന്താണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ഇല്ലാ ഗഫറല്ലാഹു ലഹു മിന്നൂ മാ കാന മിനൽ ദുനൂബ്. നിന്റെ ഉമ്മ നിന്നെ കൊണ്ട് ചിരിച്ചുവോ, നിന്റെ ഉപ്പ നിന്നെ കൊണ്ട് ചിരിച്ചുവോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിന്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ബിറുൽ വാലിദൈൻ, ഉമ്മാക്കും ഉപ്പാക്കും ഗുണം ചെയ്യാത്തവർ 4ാമത്തെ ഡോറിലൂടെ നരകത്തിലേക്കാണ്. 5ാമത്തത് അലാഹിഫുൽ ലിസാൻ, 5ാമത്തെ കടമ്പയിൽ അവിടെ ചോദിക്കുന്നത് നാവിനെ പറ്റിയിട്ടാണ്. നമ്മുടെ നാവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. പഞ്ചാധിക വിഷയ, ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ സംസാരം സൂക്ഷിക്കണേ. അക്സറുന്നാസി അസാബൻ യൗമൽ ഖിയാമ അക്സറുഹും കലാമൻ ഫീ മഅസിയത്തില്ലാഹ്. ധാരാളം സംസാരിച്ച ആളുകൾ, ഒരുപാട് മുണ്ടാന്ന് പറഞ്ഞാൽ പഞ്ചാധിക പെണ്ണുങ്ങൾക്കല്ല അത് ഭയങ്കര ഇഷ്ട. എല്ലാം കേൾക്കണോ മുണ്ടണോ, ഫോണാക്കി അങ്ങനെ ദാള് എന്ത് കറിയുന്നിട്ടല്ല, ദാള് എന്തൊരു ഇട്ടേന്നിട്ടല്ല, ദാള് കിന്നതല്ല ഇട്ടണി
നല്ല ഇടാന്ന് പെണ്ണുങ്ങൾ ഓറനാക്കിയ പെണ്ണുങ്ങളോട് കേട്ടും കൂടെ നല്ല ഭാര്യ ടേസ്റ്റായി എങ്ങനെ ഇതെല്ലാം കേൾക്കണു. അങ്ങനെ ചോദ്യം പാടില്ല. കണ്ടാലോട് എന്തെല്ലോ ചോദിക്കുക. സംസാരങ്ങൾ കുറച്ചവനാണോ എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖദ് കാന ബഅദുൽ ഖായിഫീന ഇദാ അസ്ബഹ അഖദ ലൗഹം വദവാ. രാവിലെയായ മഹാന്മാർ സ്വാലിഹീങ്ങളിൽപ്പെട്ടവർ സുബഹിയായ ഒരു പലകെടുക്കും. ഒരു റീപ്പ്, പണ്ടല്ല റീപ്പിൽ പലകളിൽ എഴുതിക്കൊണ്ടായത്. പലകയെടുക്കും, മഷിയെടുക്കും, പെണ്ണെടുക്കും അർത്ഥം. ഇതെടുത്തിട്ട് അവരത് എന്ത് ചെയ്യുക എന്നറിയോ? ഇന്തകല്ലമ കലിമ ഫകതബാ. അവർ സംസാരിച്ചാൽ അത് എഴുതിയെടുക്കുകയാണ്. സുബൈ തൊട്ടും മിണ്ടിയത് പളക്ക പറഞ്ഞതല്ല എഴുതി വെക്കരെ, എല്ലാം എഴുതി വെക്കുന്നു. ഇതാ സ്വലാത്തുൽ മഗ്രിബി, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാ എഴുതിയതിനെല്ലാം ഓതുകയാണ്. ഓതിയിട്ട് ഇരുന്ന് കരയുകയാ. അല്ലാ ഞാൻ ഇങ്ങനെ മിണ്ടി, നാ ഇങ്ങനെ പൽക്കറിഞ്ഞ്, ഇങ്ങനെ ചൊന്ന്, ഇതെല്ലാം ആക്കിയേ അല്ലാ നീ മാപ്പാക്കുവല്ല. നാളെ എന്നെ ഹിസാബ് എടുക്കുമ്പോ നീ ഇത് കേട്ടാ ഹിസാബിൽ ഞാൻ തോറ്റുപോവല്ല. റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ കരയുകയാണ്. കരഞ്ഞ് ബോധം കെട്ട് വീഴുകയാണ്. ബോധം കെട്ട് കഴിഞ്ഞാൽ പിന്നെ ബോധം വന്നതിന് ശേഷം അല്ലാ അറിയാതെ എന്തെങ്കിലും നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ മാപ്പ് തരണമെന്ന് പറഞ്ഞ് കരഞ്ഞു ദുആ ചെയ്തുകൊണ്ടിരുന്ന മരണം വരെ അങ്ങനെയാണ്. മുണ്ടിയതെല്ലാം എഴുതുന്നു എല്ലാ ദിവസവും. ഞമ്മ മുണ്ടിയതല്ല എഴുതി ഓടെ എഴുതാണ് ജാഗ വേണ്ട അല്ലേ? തിങ്ങളെ ഒരുന്നാത്തത് എഴുതാൻ സാധ്യമുണ്ട്. എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം പഞ്ചാരിക പെണ്ണിങ്ങ പോയി നല്ല ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അപ്പുറത്തെ പെണ്ണുങ്ങൾ ഈ പെറ്റങ്ങ് ഡെലിവറി എല്ലാം ആയെങ്കിൽ ഈ പെറ്റോളെ ഉമ്മാക്കൊരു ബിർസ വേറെ, അമ്മാൻ്റെ ഒരു ബിർസ വേറെ, രണ്ടാൾക്ക് വേറെ ബിർസ. അമ്മ ചെന്ന് ഐക്കണ്ടാവും ഐക്കി പറഞ്ഞ നീ ഫസ്റ്റ് എന്തല്ലല്ലോ ഞങ്ങൾ തല്ലതായിരല്ലോ 8-10 അല്ല. ഉമ്മ ചെന്ന് ഇല്ല ഓക്ക് ഡോക്ടർ ശരിന് കുറച്ച് സമസ്യ എല്ലാവർക്കും ഉണ്ട്. സമസ്യ നമുക്ക് ഇതന്നെ സമസ്യ. ആര് മർമോളെ കാട്ടിട്ട് അമ്മായി ചെന്ന ഇതേ സമസ്യ ഓളാട്ടി വലിയ സമസ്യ പറകുണ്ട. ഹോസ്പിറ്റലല്ല കളാട്ടെ അമ്മ ഓർക്ക് രണ്ടാൾക്ക്. ഇനിയിപ്പോ സബൂർ വേണ്ടായിട്ട് പെഞ്ഞായിന്റെ ഉമ്മാനെ നിപ്പിച്ചെങ്കു ഉമ്മടെ ഔത്തു. ഇപ്പൊ ഹോസ്പിറ്റൽ എല്ലാം ഒന്ന് ബയത്തേക്ക് മറന്നിട്ടിട്ട് പോണ്ട ഫുൾ ഉൾഗാക്കിട്ട് ചട്നി വിട്നിയാക്കി വെച്ചത്. നമുക്ക് എന്തോ അത്ര പോലെയല്ല. കാറൊക്കെ പിടിച്ചും പണ്ടും ഇല്ലോ ഓടുന്നു കാർന്ന് ഈ രൂപത്തിലൊക്കെ ആയിപ്പോയി. അങ്ങനെ ആവരുത്. അമ്മായിമ്മയും മരുമക്കളെ ഒരുപോലെ കാണുക. നിങ്ങളുടെ മോളെ പോലത്തെ മോൾ തന്നെയാണ് ആ മറ്റുള്ള നിങ്ങളുടെ മോന്റെ ഭാര്യയും. എല്ലാരോടും കരുണ കാണിക്കുക. അള്ളാഹു ഖൈർ നൽകട്ടെ. വിഷയം പറയുമ്പോ പഞ്ചാധികല്ലാക്കുമ്പോ വളരെ ജാഗ്രതയോടെ ആക്കുക. അങ്ങനെ ആ എഴുതി വെച്ച് കരഞ്ഞിരുന്ന മഹാൻ ലോകത്തോട് വിട പറഞ്ഞു പോയി. ആ കാലഘട്ടത്തിലുള്ള മഹാന്മാർ അദ്ദേഹത്തെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിലൂടെ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് മഹ്ശറിലേക്ക് പോയിട്ട്. അദ്ദേഹം പറയാണ് ജഅലല്ലാഹു മുഹാസബതി ഫിദ്ദുനിയാ ബദലൻ അൻ ഹിസാബിൽ ആഖിറ. ഞാൻ ദുനിയാവിൽ ഓരോ നാളും എന്നെ ഹിസാബ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു എനിക്ക് മഹ്ശറിൽ ഹിസാബില്ല. എന്നെ അള്ളാഹു രക്ഷപ്പെടുത്തി. എനിക്ക് അള്ളാഹു സ്വർഗം നൽകി. നാവ് സൂക്ഷിച്ചോ. ആരെയും കുറ്റം പറയണ്ട, ആരെയും കളിയാക്കി ചിരിക്കണ്ട, ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കണ്ട. എന്ന് വല്ലവരും അങ്ങനെ ചെയ്താ അവർക്ക് പുറത്തെടുത്തോ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാല് ഇതിനിടയ്ക്കൊരു ജാഗയെന്ന് പള്ളിന്ന് ഉസ്താദ് വിടുമ്പോ 6 കൊല്ലം നിന്ന് ഒരു ഉസ്താദ് ഒരു ജാഗയിൽ നമ്മൾ ചങ്ങായി അയാൾ വിടുന്ന സമയത്ത് ഒരാൾ കൈ പിടിച്ചിട്ട് വന്നിച്ചില്ല യാ ഉസ്താദ് എന്തെങ്കിലും ചൊന്നിട്ട് എന്തെങ്കിലും മാപ്പാക്കണം. ഉസ്താദിന്റെ ഭാര്യ മുട്ടത്തെ ഫിർസത്തിന്റെ ആളയാൾ, ഭാര്യ ബഹുമാനത്തിന്റെ ആൾ. അപ്പൊ അയാൾ ഉസ്താദിന്റെ കേട്ടാൽ എന്തൊരു ചൊന്ന എന്തെങ്കിലും നിങ്ങൾ എന്ത് ചൊല്ലോ, നിങ്ങൾ ചൊല്ലൊക്കെ എന്തില്ല അത്ര ക്ലോസ് ഓർ രണ്ടാൾ നിങ്ങൾ എന്ത് ചൊല്ലും അല്ല ഉസ്താദെ വേറെ എന്തെങ്കിലും ചൊന്നിട്ട് ഇന്നെങ്കിൽ നിങ്ങൾ മാപ്പാക്കണം. അപ്പൊ ഉസ്താദെ കേട്ടില്ല എന്ത് ചൊല്ലവർക്ക് ചൊല്ലോ അതല്ല പെരുന്നാൻ്റെ 6 കൊല്ലം നെരികളൊക്കെ തന്നെ ഉണ്ടായ മനസ്സാ. വേറെ എന്ത് ചൊന്നിട്ടില്ല ഉസ്താദ് പള്ളിയിൽ ഇക്രമേ ഇല്ലാന്ന് ചൊല്ലി. നീ വേറെ എന്തെങ്കിലും ചൊല്ലണം. പള്ളിയിലുള്ള ഉസ്താദ് പള്ളിയിൽ ഇക്രമേ ഇല്ല എന്ന് ചൊല്ലി. ഈ നാട്ടിൽ വലിയ ആരോപ വേറെ ഉണ്ട്. ആര് അയാളൊക്കെ തന്നെ ഉള്ള ആൾ ചെന്ന് വേറെ എന്തെങ്കിലും ചൊന്നിട്ടിക്കല ഉസ്താദ് പള്ളിയിൽ ഇക്രമേ ഇല്ലാന്ന് ചൊല്ലി. വേറെ ഒന്നും ചൊല്ലിയിട്ടില്ല. വേറെ ചൊല്ലണം. ചില ആളെല്ലാം പൊതുവെല്ലാം മുണ്ടുമ്പോ ഞങ്ങൾക്ക് വേണ്ട എന്തേണ്ട് കേക്കണ്ടാന്ന്. എന്തേണ്ട് കേക്കണ്ടെങ്കിൽ ഭയങ്കരമായ ആരോപ എന്തെങ്കിലും ഒന്ന് ചൊന്നെങ്കാവും അത് ചൊല്ലില്ല. ഞങ്ങൾക്ക് ചൊന്ന പാർട്ടിയല്ല. അല്ലാഹു നീ അനുഗ്രഹിക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ നിർത്താൻ പോകുന്നു. 6-ാമത്തത് അലാ ഹിഫ്ളുൽ ജാർ.
അയൽവാസികളെ പറ്റിയിട്ടാണ് ചോദ്യം. 6ാമത്തെ നരകത്തിന്റെ വാതിലെടുത്തെത്തിയ ഞങ്ങൾ അയൽവാസി അപ്പുറം ഉള്ള പരക്കാർ ഹിന്ദുക്കളാവട്ടെ മുസ്ലിമീങ്ങളാ ആരാണെങ്കിലും ശരി, അയൽവാസികളെ പറ്റി അവിടെ ചോദിക്കുകയാണ്. അയൽവാസികൾ പറയണം നല്ല മനുഷ്യനാണ്, അയൽവാസികൾ പറയണം നല്ല ആളാണ്. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. കുടുംബം പോലെ ഒന്നുണ്ട്, അയൽവാസികളോട് കടപ്പാടുകളുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് എപ്പോഴും കള്ളു കുടിച്ചിട്ട് വന്നിട്ട് അയൽവാസി ചീത്ത പറയുന്നു, ആക്ഷേപിക്കുന്നു, കളിയാക്കുന്നു. എല്ലാവർക്കും സീർണിണ്ടി നിൽക്കുന്നത് ഞാൻ ചൊല്ലുന്നില്ല, സീർണില്ല ഇന്നില്ല, ഉണ്ടാ അധ്യക്ഷരെ ഇല്ല, സീനിയർ ലാസ്റ്റ് ഉണ്ടാവും. അല്ലാഹു ബർക്കത്താക്കട്ടെ. ഒരു 10 നിർത്താം, അതിന് കൈയുള്ള ആളൊക്കെ ഇരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ചെറിയൊരു ദുആം കഴിഞ്ഞ് നമുക്ക് പിരിയ. അല്ലാഹു അനുഗ്രഹിക്കണേ അല്ലാ. എപ്പോഴും കള്ളു കുടിച്ചിട്ട് വന്നിട്ട് അബൂ ഹനീഫ ഇമാം തങ്ങളെ പറയുന്നു. ചില ആൾക്ക് അതൊരു കൊസി അല്ലേ, ആടയിടൽ ഇരുന്നിട്ട് ഉസ്താദന്മാരെ തങ്ങന്മാരെല്ലാം കളിയാക്കി ചിരിക്കുമ്പോ അതൊരു ഒരു കൊസി ചില ആൾക്ക്. അബൂ ഹനീഫ ഇമാമിന്റെ അയൽവാസി കള്ളു കുടിച്ചിട്ട് എപ്പോഴും മഹാനെ ആക്ഷേപിക്കുകയാണ്, ചീത്ത പറയുകയാണ്, കളിയാക്കുകയാണ്. ഒരക്ഷരം ഒരു തവണ പോലും അബൂ ഹനീഫ തങ്ങൾ മുണ്ടിയിട്ടില്ല. അവസാനം 3 ദിവസമായി ഇയാളെ കാണുന്നില്ല. ഇയാളില്ല, പത്തയില്ല. ഞമ്മെന്ത് ചൊല്ലു പോയി ആണ് അപ്പവേ ചന്ദ്രൻ കാജൂർ ദർഗത്ത് പടയിട്ട് നേർച്ച വെച്ചിരമോണ് മണ്ണ് നീണ്ടുപോകും അല്ലെ. ഞമ്മ അങ്ങനല്ലേ വെക്കല്. ഊണി ഓടാൻ നമ്മളൊരു അയൽവാസിയാ, ബന്ധപ്പെട്ട ആളാ, എവിടെങ്കിലും പോയി വീണുപോയാ ഈ രോഗം വന്നാ നമ്മൾ പറയും നണ്ട സാപ്പ നാണപ്പഴ ചന്ദ്ര അല്ല. ശപിക്കുന്നത് നല്ലതല്ല. നമ്മുടെ ശാപം കൊണ്ട് ഒരാൾക്കും ഒന്നും ആകണ്ട. ശപിക്കുന്നത് ഖൈറില്ല, റാഹത്തില്ല. ഏതുമാകട്ടെ 3 ദിവസം ചീത്ത പറയുന്ന ആളെ കണ്ടിട്ടില്ലാത്തപ്പോ തേടിയിട്ട് പോകുന്നു അബൂ ഹനീഫ. നാട്ടുകാർ പറയുന്നു അയാളെ ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴൊന്നും അയാൾ ജയിലിൽ നിന്ന് പുറത്തു വരൂല, അയാൾ ജയിലിലുണ്ട്. നമുക്ക് എത്ര കൊസിയാ പോയല്ലേ, കൊണ്ട് അണ്ട് ബന്ധായിട്ട് പോയ ജയിലിൽ പോയ അബൂ ഹനീഫ തങ്ങൾ നേരെ പോകുന്നു ജയിലിലേക്ക്. ജയിലിലേക്ക് പോകുമ്പോ പോലീസുകാർ അവിടെയുള്ള